ഹായ്, ഞാൻ പ്രയാഗ. പിസാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത സിനിമയാണ് പാവ. ഒരുപക്ഷെ പാവ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മുറേ വന്ന് പാർത്ത ചെയ്യുന്നത്. പക്ഷേ ഒരു മുറേ വന്ന് പാർത്തയാണ് ആദ്യം റിലീസായത്. ഇപ്പോൾ പാവ റിലീസിന് ഒരുങ്ങുന്നു. പാവയിൽ ഞാൻ പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പിസാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ലോഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു മലയാളത്തിൽ. അപ്പോഴാണ് പാവയുടെ സ്ക്രിപ്റ്റ് എന്നിലേക്ക് എത്തുന്നത്. സൂരജ് ടോം, ഡയറക്ടർ ഓഫ് പാവ, സൂരജേട്ടൻ സ്ക്രിപ്റ്റ് പറഞ്ഞ് നറേറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ മേരി എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തോട് വലിയ ഒരു ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ കഥാപാത്രം, ഞാൻ ചെയ്യുന്ന മേരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റോറിയിൽ. മാത്രമല്ല ഇത് പക്ഷേ രണ്ട് പേരുടെ കഥയാണ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്, പാപ്പൻ്റെയും വർക്കിയുടെയും. പാവ എന്ന് പറഞ്ഞ പേര് തന്നെ പാപ്പനെക്കുറിച്ചും വർക്കിയെക്കുറിച്ചും എന്നുള്ളതാണ്. ഇതിലെ ദേവസി പാപ്പനും വർക്കിച്ചനായിട്ട് എത്തുന്നത് മുരളിയേട്ടനും അനൂപേട്ടനുമാണ്. ഇവർ രണ്ടുപേരുടെയും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയാണ് പാവ. ഇവരുടെ ഇടയിലേക്ക്, ഇവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു കഥാപാത്രമാണ് മേരി. ഇപ്പോൾ തന്നെ എന്താ പറയുക, ഈ പാവ എന്ന സിനിമയിലെ ഗാനം പുറത്തായിട്ടുണ്ട്, ഒട്ടുമിക്ക ഗാനങ്ങളും. ഇതിൽ ജയചന്ദ്രൻ സർ പാടിയിരിക്കുന്ന പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ടിൽ ഞാൻ ഫീച്ചേർഡ് ആവുന്നുണ്ട്. എന്നെ കൂടാതെ അനൂപേട്ടൻ്റെയും മുരളിയേട്ടൻ്റെയും ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് അരുൺ ആൻഡ് ആകാശ് എന്ന് പറഞ്ഞവർ രണ്ടുപേരുമാണ്. പിന്നെ അപർണ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരുടെയും സോങ്ങാണ് പൊടിമീശ മുളയ്ക്കണ കാലം. നല്ല റെസ്പോൺസീവ് ഫീഡ്ബാക്കുമാണ് സോങ്ങിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ലോട്ട് ഓഫ് സിംഗേഴ്സ് ഹവ് സങ് മെനി സോങ്സ് ഇൻ ദ മൂവി. അബൌട്ട് 6 സോങ്സ് ഉണ്ട് പാവയിൽ. ആൻഡ് എല്ലാവരുടെയും എന്താ പറയുക, മഹേഷിൻ്റെ പ്രതികാരം എന്ന പറഞ്ഞ സിനിമയിൽ ജിംസിയായി വന്ന അപർണ ബാലമുരളി ഇതിനകത്തൊരു ബ്യൂട്ടിഫുൾ സോങ് പാടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും ഇതൊരു മ്യൂസിക്കൽ ട്രീറ്റും കൂടിയായിരിക്കും. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. ഒരു മുറേ വന്ന് പാർത്തായിൽ ഞാൻ വളരെ ഗ്രാമീണ അല്ലെങ്കിൽ നാടൻ പെൺകുട്ടിയായിട്ടാണ് വന്നത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പാർവതി എന്നായിരുന്നു. ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് മേരി. പാർവതിയും മേരിയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. രൂപത്തിൽ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ആദ്യത്തെ സിനിമയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് രണ്ടാമത് ചെയ്ത സിനിമയിലെ കഥാപാത്രം. അപ്പം അതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിലെ മേക്ക് ഓവർ എന്ന് തന്നെ പറയാം. ഇതൊരു 60s 70s ഒരു 15 വയസ്സുകാരിയുടെ ഒരു ഇതിലാണ് ഞാൻ ഈ പാട്ടിൽ ഫീച്ചേർഡ് ആവുന്നത്, ഞങ്ങൾ 4 പേരും. അപ്പോൾ ആ പാട്ടിന് തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. അപ്പം എല്ലാവരെയും ഒരു നൊസ്റ്റാൾജിയ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പാട്ടിലൂടെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ. പിസാസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയാണ് പാവ. പാവയിൽ അനൂപേട്ടനും മുരളിയേട്ടനും കൂടാതെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. പേര് പറയാനാണെങ്കിൽ ഒരു ലോങ് ലിസ്റ്റ് തന്നെയുണ്ട്. രഞ്ജിത്ത് സാറ്, പൊന്നമ്മ ചേച്ചി, ഭാഗ്യലക്ഷ്മി ചേച്ചി, മുത്തുമണി ചേച്ചി, ഇവരൊക്കെ, അശോകൻ ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേര്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാവാൻ പറ്റിയതും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷമുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. ഈ എക്സ്പീരിയൻസും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതിൽ എനിക്ക് എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ദ ടീം ഹസ് ഗിവൻ മീ. ടീം എന്ന് പറയുമ്പോൾ ഡയറക്ടർ സൂരജേട്ടനായാലും സതീഷ് ഏട്ടനായാലും സ്ക്രിപ്റ്റ് റൈറ്റർ രാജേഷ് ഏട്ടൻ, സ്റ്റാർ കാസ്റ്റിൽ ആയിരിക്കണ മുരളിയേട്ടൻ, അനൂപേട്ടൻ, ഇവരൊക്കെ കുറേയധികം ഗൈഡ്ലൈൻസും ഗൈഡൻസും സപ്പോർട്ടും ടിപ്സും അഡ്വൈസസും ഒക്കെ കുറേയധികം തന്നിരുന്നു. ഇറ്റ് ഡിഡ് ഹെൽപ്പ് മീ എ ലോട്ട് ആസ് എൻ ആക്ടർ.
നന്നായിട്ടിപ്പം എന്താ പറയുക ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദ ഹോൾ ടീം. അയ്യോ സൂര്യചേട്ടനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വീട്ടിൽ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോറി നറേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ്. വളരെ വിഷനോട് കൂടി ഒരു ഫാഫെച്ച് വിഷനോട് കൂടി സിനിമ അപ്രോച്ച് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ. പിന്നെ സൂര്യചേട്ടൻ്റെ മേക്കിംഗ് ആയാലും ഹി ഈസ് വെരി മച്ച് ഇൻവോൾവ് ഇൻ ദ പ്രോജക്റ്റ്. പിന്നെ ഈ പാവ എന്ന് പറയുന്നത് പാപ്പനെക്കുറിച്ചും വർക്കിയെക്കുറിച്ചും എന്ന് പറയുന്ന ഈ സിനിമ ഒരു ഫാമിലി സെറ്റയറാണ് ബേസിക്കലി. അതിനകത്ത് കുറേ അധികം നല്ല മുഹൂർത്തങ്ങളുണ്ട്, സർപ്രൈസ് എലിമെൻറ്റ്സ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്. ആൻഡ് അനൂപേട്ടനായാലും മുരളിയേട്ടനായാലും ഇവരുടെ രണ്ടുപേരുടെ അപ്പിയറൻസ് നല്ലൊരു ഒരു ഡിഫറെൻറ്റ് അപ്പിയറൻസാണ് ഇതിൽ അവർ കാഴ്ചവെക്കുന്നത്. അവർ 80 വയസ്സായ ആൾക്കാരായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അതിന് നല്ല അവരുടെ അപ്പിയറൻസിനും അവരുടെ ഗെറ്റപ്പിനും നല്ല റെസ്പോൺസും ഫീഡ്ബാക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പക്ക ഫൺ ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയായിരിക്കും. ഇതിനകത്ത് പ്രണയം പറഞ്ഞു പോകുന്നുണ്ട്, സൗഹൃദങ്ങളെ പറ്റി, അതായത് ഇപ്പം കുടുംബ ബന്ധങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്, തമാശയുണ്ട്. എന്നാൽ എന്താ പറയുക വളരെ സീരിയസ് ആയ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ പാപ്പനും വർക്കിയും ഇതിനകത്ത് എത്രമാത്രം ഫീലോടെ ഓരോ ഡയലോഗ് പറഞ്ഞിരിക്കുന്നോ അത് ആ സെയിം ഫീലിൽ തന്നെ ഓഡിയൻസിനിത് റീച്ച് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരും പാവ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതിനകത്ത് അനൂപേട്ടനും മുരളിയേട്ടനും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല പാവയിൽ വളരെയധികം നല്ല മനോഹരമായ പാട്ടുകളും കൂടിയുണ്ട്. അപ്പം ഇറ്റ് ഷുഡ് ബി എ മ്യൂസിക്കൽ ട്രീറ്റ് ടു. ഹോപ്പ്ഫുള്ളി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഭൂമിയിലെന്നും ബാല്യം പാപ്പനും വർത്തിക്കും രണ്ടാം ബാല്യം പള്ളിമണികളെ വെള്ളിക്കുടകളെ നിങ്ങൾക്കറിയാമോ ഭൂതകാലം നിങ്ങൾക്കറിയാമോ. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ പ്രൊഫസറായിരുന്നു. അതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ CS മേനോൻ സാറായിരുന്നു അവിടുത്തെ ഡയറക്ടർ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരേ ക്യാമ്പസിലാകുന്നതുകൊണ്ട് പരസ്പരം അധ്യാപക സംഘടനയിൽ പെട്ടും അല്ലാതെയൊക്കെ നല്ല ബന്ധമുള്ളവരാണ്. പ്രത്യേകിച്ച് സിനിമയോട് നല്ല സ്നേഹവും താല്പര്യവുമുള്ള ഒരു നല്ലൊരു ആസ്വാദകനും ഒക്കെയാണ് ഈ CS മേനോൻ സാർ. അപ്പോൾ എന്നോടുമൊക്കെ ആ അർത്ഥത്തിലും അദ്ദേഹത്തിന് ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നുണ്ട് കോട്ടയത്ത് വെച്ച്. അപ്പോൾ അത് കാണാനും ഒക്കെ ആയിട്ട് ചെല്ലണമെന്നും പറഞ്ഞ് ഞങ്ങളെയെല്ലാം ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അന്നാണ് നമ്മുടെ സൂരജാണ് സത്യത്തിൽ CS മേനോനെ കുറിച്ചുള്ള ആ ഡോക്യുമെൻ്ററി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അന്നപ്പം നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ സൂരജിനെ കണ്ടുള്ളൂ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം സൂരജ് ഒരു സിനിമ തന്നെ സംവിധാനം ചെയ്യാൻ വന്നപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത് ഈ CS മേനോൻ സാറും അന്ന് ഒരു ഗുരുദക്ഷിണ പോലെ അദ്ദേഹം എടുത്ത ആ ഡോക്യുമെൻ്ററിയും ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ പാവ എന്നുള്ള ഈ സിനിമയിൽ വന്ന് നിൽക്കുന്നത്, സൂരജിനെ കാണുന്നത്. അതുകൊണ്ട് സൂരജിന് എന്നോടുള്ള ബന്ധത്തിലും എനിക്ക് സൂരജിനോടുള്ള ബന്ധത്തിലും അദൃശ്യമായി ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ സൗഹൃദത്തിനൊരു ബലം നൽകിയിട്ടുണ്ട്.